ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോണത് നമ്മളുടെ FCPയുടെ ടൈം ലൈനിലേക്ക് ക്ലിപ്പ് ആഡ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ റീപ്ലേസ് എന്നും ഓവർ റൈറ്റ് എന്നും പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബ്രൗസറിൽ നിന്നോ ഫൈൻഡറിൽ നിന്നോ നമുക്ക് നമ്മുടെ ടൈം ലൈനിലേക്ക് ഈ രണ്ട് ഫങ്ഷൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്ലിപ്സ് ആഡ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാം. ആദ്യം നമുക്ക് ഓവർ റൈറ്റ് ഫങ്ഷൻ നോക്കാം. ഓവർ റൈറ്റിലെ ആദ്യത്തെ പണി എവിടെയാണ് നമുക്ക് ഓവർ റൈറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കുക എന്നുള്ള. എങ്ങനെ തീരുമാനിക്കും? നമ്മളുടെ പ്ലേ ഹെഡാണ് അത് തീരുമാനിക്കുന്നത്. നമ്മളുടെ പ്ലേ ഹെഡ് എവിടെയായിരിക്കുന്നോ അവിടെയായിരിക്കും ഓവർ റൈറ്റ് ഫംഗ്ഷൻ്റെ ആദ്യത്തെ സ്റ്റാർട്ട് പോയിൻ്റ് വരാൻ പോണത്. അങ്ങനെയാകുമ്പോൾ ഞാനിപ്പോൾ പ്ലേ ഹെഡ് വെച്ചു. ഇനി എൻ്റെ സോഴ്സ് ഫയൽ ഞാൻ ബ്രൗസറിൽ നിന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് സോഴ്സും താഴെയുള്ളത് ടാർഗറ്റുമായി. അപ്പം ഞാൻ ടാർഗറ്റിലുള്ള ഫയലിനെ സോഴ്സിലുള്ള ഫയൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അതിനുള്ള ഷോർട്ട് കട്ട് കീ ആണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഡി എന്ന് പറയുന്ന കീ സിംപ്ലി പ്രസ് ചെയ്താൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇപ്പം നിങ്ങളുടെ ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രൗസറിലുണ്ടായിരുന്ന ആ ക്ലിപ്പ് ടൈം ലൈനിലേക്ക് വന്നു. ടൈം ലൈനിലുണ്ടായിരുന്ന ക്ലിപ്പിനെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് സോഴ്സിൻ്റെ എത്ര ഡ്യൂറേഷനാണോ അത്രയും ഡ്യൂറേഷൻ ടൈം ലൈനിനെ ഫയലിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഓവർ റൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഓവർ റൈറ്റ് ചെയ്ത ആ ടൈം ലൈനിലെ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ അറിയാൻ കൺട്രോൾ ഡി അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് 11 സെക്കൻഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതേ ക്ലിപ്പ് തന്നെ ഓവർ റൈറ്റ് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കാൻ നിങ്ങൾ ബ്രൗസറിൽ പോയിട്ട് ആ ക്ലിപ്പ് സെലക്ട് ചെയ്ത് കൺട്രോൾ ഡി പ്രസ് ചെയ്താലും ഇതേ 11 സെക്കൻഡാണ്. അപ്പോൾ എക്സാക്ട്ലി ബ്രൗസറിലെ 11 സെക്കൻഡ് ടൈം ലൈനിലെ വന്നു. ടൈം ലൈനിലെ ഏതോ ഒരു ഫയലിൻ്റെ 11 സെക്കൻഡ് നഷ്ടമാകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒന്നുകൂടെ ഓവർ റൈറ്റ് ചെയ്യാൻ പോവാണ്. ക്ലിപ്പ് സെലക്ട് ചെയ്യുന്നു, ഡി പ്രസ് ചെയ്തു, കണ്ടോ ഇപ്പോൾ ടൈം ലൈനിൽ ആ ക്ലിപ്പ് വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് ക്ലിപ്പ് ഡിവൈഡ് ആയിപ്പോയി. കാരണം ആ രണ്ട് ക്ലിപ്പ് സോഴ്സിൽ നിന്ന് വന്നപ്പോൾ ടാർഗറ്റിനെ അത് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ഓവർ റൈറ്റ് ഫംഗ്ഷനിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ക്ലിപ്പുകൾ ബ്രൗസറിൽ നിന്ന് ഓവർ റൈറ്റ് ചെയ്താലും നിങ്ങളുടെ ടൈം ലൈനിലെ ഓവറോൾ ടൈം ചേഞ്ച് ചെയ്യുന്നില്ലെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അത് 15 മിനിറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഓവർ റൈറ്റ് എത്രമാത്രം ചെയ്താലും ആ ടൈം ലൈനിലെ 15 മിനിറ്റ്സ് അതേപോലെ തന്നെ തുടരും. അതാണ് നമ്മളുടെ ഓവർ റൈറ്റിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ റീപ്ലേസ് ഇതുപോലെയല്ല. നമുക്ക് റീപ്ലേസിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാം. ഇപ്പം ഞാൻ കമാൻഡ് C അടിച്ച് എല്ലാം നോർമലാക്കി കൊണ്ടുവരികയാണ്, പഴയതുപോലെ ആയി. റീപ്ലേസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം? നമ്മൾ ബ്രൗസറിൽ നിന്ന് ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുന്നു, സോഴ്സ് ക്ലിപ്പ്, നേരെ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൻ്റെ ടോപ്പിൽ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം, ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അതിനെ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വൈറ്റ് ലൈൻസ്. ഇനി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ മൗസ് അവിടെ റിലീസ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ മൗസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റീപ്ലേസിൻ്റെ 5ഓളം ഫങ്ഷൻസ് അവിടെ ലിസ്റ്റ് ആവും. നോക്കാം. ഞാനിപ്പോൾ മൗസ് ബട്ടൺ റിലീസ് ചെയ്തു. ഇപ്പോൾ കണ്ടോ, റീപ്ലേസ് ചെയ്യാനുള്ള 5 ഓപ്ഷൻസ് എനിക്കിവിടെ വരുന്നുണ്ട്. നമുക്കിതിൽ ആദ്യത്തെ ഓപ്ഷൻസിലേക്ക് തന്നെ പോകാം. ഞാൻ റീപ്ലേസ് അടിക്കുകയാണ്. ശ്രദ്ധിച്ചോ എന്താണ് ടൈം ലൈനിലെ മാറ്റമെന്ന്? കണ്ടോ, ടൈം ലൈൻ ഒന്ന് റിപ്പിളായി, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടൊന്ന് മൂവായി. എന്ത് സംഭവിച്ചു? നിങ്ങളുടെ ടോട്ടൽ ആ ക്ലിപ്പിനെ, ടാർഗറ്റ് ക്ലിപ്പിനെ അപ്പാടെ റീപ്ലേസ് ചെയ്ത് കളഞ്ഞു, മൊത്തം കളഞ്ഞു. എന്നിട്ട് സോഴ്സിലെ ഉണ്ടായിരുന്ന ആ ക്ലിപ്പ് ടാർഗറ്റ് ആയ ടൈം ലൈനിനെ ക്ലിപ്പിനെ കംപ്ലീറ്റ് മാറ്റി ഇവിടെ റീപ്ലേസ് ആയി. അതാണ് വ്യത്യാസം. അപ്പം ഓവർ റൈറ്റ് ഫംഗ്ഷനും റീപ്ലേസ് ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ടൈം ലൈനിൻ്റെ ഡ്യൂറേഷൻ മാറി, പക്ഷേ ഓവർ റൈറ്റിൽ മാറുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ 15 മിനിറ്റ്സ് എന്നുള്ളത് ഓവർ റൈറ്റ് ഫംഗ്ഷനിൽ മാറത്തില്ലെങ്കിൽ റീപ്ലേസ് ഫംഗ്ഷനിൽ മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കമാൻഡ് C ഞാനൊന്ന് അടിച്ചു, തിരിച്ചു വന്നു. എന്നാൽ റീപ്ലേസ് ചെയ്യുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ടൈം കീപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം കാണിക്കാം. ഇപ്പോൾ ബ്രൗസറിലെ ഈ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ 11 സെക്കൻഡാണ്. ഞാൻ ഈ ടൈം ലൈനിലെ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ നോക്കി 1 മിനിറ്റ് കൂടുതലുണ്ട്. അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ. എന്നാൽ ഈ ടൈം കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. എങ്ങനെ ചെയ്യണം? നമ്മൾ ക്ലിപ്പ് സെലക്ട് ചെയ്യുന്നു, ബ്രൗസറിൽ നിന്ന് അതിനെ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലേക്ക് സോഴ്സിലേക്ക് കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്തു. ഇവിടെ ഒരു ഫംഗ്ഷൻ ശ്രദ്ധിച്ചോ, റീടൈം ടു ഫിറ്റ് ടാർഗറ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫംഗ്ഷനുണ്ട്. അത് പ്രസ് ചെയ്തപ്പം നമ്മളുടെ ഓവറോൾ ഡ്യൂറേഷൻ മാറിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു, നമ്മളുടെ ക്ലിപ്പിൻ്റെ മുകളിൽ ഒരു ഓറഞ്ച് ലൈൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതെന്താണ് ആ ഓറഞ്ച് ലൈൻ? അതായത് നമ്മളുടെ 11 സെക്കൻഡ് ഉണ്ടായിരുന്ന സോഴ്സ് ക്ലിപ്പിനെ ഇപ്പോൾ സ്ട്രെച്ച് ചെയ്തു. എന്തേലും സ്ട്രെച്ച് ചെയ്തു? നമ്മുടെ ടൈം ലൈനിൽ എത്ര ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു ആ 1 മിനിറ്റോളം അതിനെ അങ്ങ് വലിച്ച് നീട്ടിയെന്ന് വേണേൽ പറയാം.
നിങ്ങളത് പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാം വളരെ സ്ലോ മോഷനിലാണ് ഇപ്പം മൂവി നടക്കുന്നത്. എല്ലാം സ്ലോ മോഷനായി. അപ്പോൾ ആ 1 മിനിറ്റോളം വേണ്ട ആ ഗ്യാപ്പ് സ്ട്രെച്ച് ചെയ്ത് നീട്ടിയിരിക്കുകയാണ് സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 2 ഫംഗ്ഷൻ പഠിച്ചു, ഓവർ റൈറ്റും റീപ്ലേസും.